അപ്പോൾ നമ്മളിന്നൊരു വാഴക്കൂമ്പ് പൊടിയാൻ വന്നിരിക്കുകയാണ്. വാഴക്കൂമ്പ് ചിലടത്തിന് വാഴക്കുടപ്പൻ എന്ന് പറയും, ചിലടത്ത് കൂമ്പെന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിന്നൊരു വാഴക്കൂമ്പിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണേ. നല്ല പൊക്കത്താണ് നിൽക്കണേ. അപ്പോൾ നമുക്ക് അത്ര നീളമുള്ളൊരു വടി വേണം. നല്ലൊരു വടി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒന്നും പറയണ്ട, ഞാൻ എടുത്തേക്കാം. അങ്ങനെ എന്താ ഗൈസ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് വിചാരിച്ചത്ര എളുപ്പമല്ല. ആദ്യമായിട്ടാണ് കുഴപ്പം കോലും കൊണ്ട് കുത്തണേ. വെറുതെ അല്ലേ ഭാഗത്ത് കുലുക്കാണ്. നീ വാഴമെന്ന് കരുതേ. വാഴമെന്ന് ഞാനിത് ഇതാവണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വാഴക്കൂമ്പുറം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് ചെറിയൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 1-2 ലെയർ നമുക്ക് ആദ്യം ഒന്ന് നീക്കം ചെയ്യാം. ഇതിൻ്റെ ഈ കളറൊന്ന് മാറി വരുന്ന വരെ നമുക്ക് എടുക്കണം. നമുക്കത് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമുക്കത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ചെറിയ പീസായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. അത് ചെറിയൊരു കറയുടെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കളഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പകുതി സവാള, 2 പച്ചമുളക് നമുക്ക് ഇത്രയും ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിരിക്കുന്ന സവാളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പൻ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് എന്തായാലും നോക്കാം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്.
നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം.